ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. നമ്മൾ ഒരു പുതിയ ട്യൂഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. 4th സെമസ്റ്റർ S4 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ 2024 സ്കീമിൻ്റെ ട്യൂഷൻസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ S4 സിവിൽ 2024 KTU സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള 3 സബ്ജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ PCCET 402 സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അടുത്തതായിട്ട് PBCET 404 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ. മൂന്നാമത്തത് PCCET 403 സ്ട്രക്ചറൽ അനാലിസിസ് 2. ഈ 3 സബ്ജക്റ്റും 2024 KTU സിലബസിനെ ബേസ് ചെയ്തിട്ട് S4 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പഠിക്കാനായിട്ടുള്ള കോർ സബ്ജക്റ്റാണ്. അപ്പോൾ S4 സെമസ്റ്ററിൽ നമുക്ക് സിവിൽ സ്റ്റുഡൻസിന് 3 കോർ സബ്ജക്റ്റാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസ് 2 ഉണ്ട്. ഇത് നിങ്ങൾ S3യിൽ പഠിച്ച സ്ട്രക്ചറൽ അനാലിസിസ് 1ൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതിനുശേഷം നമുക്ക് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ബീം, കോളം, സ്ലാബ്, റീറ്റെയിനിങ് വാൾ, ഫൂട്ടിംഗ്, ഇതിൻ്റെയൊക്കെ ഡിസൈനാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. വൺ ഓഫ് ദ കോർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. പിന്നെ വരുന്നത് PCCET 402 സോയിൽ മെക്കാനിക്സ് ആണ്. പണ്ടത്തെ സിലബസിൽ 2019-2015 സ്കീമിൽ ഇതിനെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു സബ്ജക്റ്റിലായിരുന്നു ഇതുവരെ നമ്മളിത് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 24 സ്കീമായപ്പോൾ ആ നെയിം അവരൊന്ന് എഡിറ്റ് ചെയ്ത് സോയിൽ മെക്കാനിക്സ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി. ഈ 3 സബ്ജക്റ്റും കോർ പേപ്പേഴ്സ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കൺസെപ്റ്റ് പഠിക്കാനായിട്ടുണ്ട്, ഡെറിവേഷൻസ് ഉണ്ട്, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, പിന്നെ ന്യൂമറിക്കൽസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. ഇപ്പോൾ സോയിൽ മെക്കാനിക്സിനെ പറ്റി പറഞ്ഞാൽ സോയിൽ മെക്കാനിക്സിൽ ഒരു 40% തിയറിയും 60% പ്രോബ്ലമാണ് വരുന്നത്. ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചറും സെയിം ആണ്. ഒരു 40% തിയറിയും 60% ഡിസൈനുമാണ്. പ്രോബ്ലം അല്ല, ഡിസൈനാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. സ്ട്രക്ചറൽ അനാലിസിസ് 2ലേക്ക് വന്നാൽ നമ്മൾ SA1 S3യിൽ പഠിച്ച സ്ട്രക്ചറൽ അനാലിസിസ് 1 പോലെ തന്നെ ഒരു 20% തിയറിയും ബാക്കി 80% പ്രോബ്ലമാണ് വരുന്നത്. അപ്പോൾ ഈ 3 സബ്ജക്റ്റിൻ്റെയും ഓൺലൈൻ ട്യൂഷൻ നമ്മൾ ഒഫീഷ്യലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അഡ്മിഷൻസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ താഴെ കാണുന്ന, ഈ സ്ക്രീനിൽ കാണുന്ന ഈ 2 നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ക്ലാസ് എങ്ങനെയാണെന്നും അതിൻ്റെ ഫീസ് സ്ട്രക്ചറും അത് ഏത് രീതിയിലാണ് ആക്സസ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും. നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന 2 നമ്പർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു നമ്പറിലും നമ്മുടെ സെൻറ്ററാണ് എന്നും പറഞ്ഞ് നിങ്ങളെ ആരും കോൺടാക്റ്റ് അങ്ങോട്ട് ചെയ്യുന്നതല്ല. ഇപ്പോൾ വേറെ ഏതെങ്കിലും കോൺടാക്റ്റ് വഴി നിങ്ങൾക്ക് അലക്സ് ഇ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാമെന്നുള്ള രീതിയിൽ ഫേക്ക് മെസ്സേജ് വല്ലതും വരുവാണെങ്കിൽ അതിലേക്ക് പോകരുത്. ഈ സ്ക്രീനിൽ കാണുന്ന 2 നമ്പർ മാത്രമേ നമുക്ക് ഒഫീഷ്യലി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ 3 പ്ലേലിസ്റ്റുകൾ ഈ ഒരു ഓരോ സബ്ജക്റ്റിനും ഓരോ പ്ലേലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റിൽ നമുക്ക് ഡെമോ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ മൊഡ്യൂൾസിൻ്റെയും 1-2 വീഡിയോസ് നമ്മൾ ഡെമോ ക്ലാസ്സായിട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻക്വയറി താല്പര്യമുള്ളവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ആണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഈ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് നിങ്ങൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പർപ്പസിനാണ് പേഴ്സണലി നമ്മളിത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ യാതൊരു കാരണവശാലും നിങ്ങളുടെ ഹോസ്റ്റലിലും കോളേജിലും മറ്റ് പബ്ലിക് പ്ലേസുകളിലും പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ മാത്രമാണ് നമ്മൾ തരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ഡിവൈസിൽ നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോസ് വ്യൂ ചെയ്യാൻ പെർമിഷൻ ഉണ്ടാവും. അതല്ലാതെ ഈ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയോ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനും മറ്റ് സ്റ്റുഡൻസിനും കാശിനോ അല്ലാതെയോ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളിത് വയലേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ഞാനിത് ഇത്രയും രീതിയിൽ പറയാൻ കാരണം കഴിഞ്ഞ സെമ്മിൽ അങ്ങനെ 1-2 ഇഷ്യൂസ് ഉണ്ടായി. അതിൻ്റെ ഒരു സൈബർ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബദ്ധത്തിൽ പോയി നിങ്ങൾ ഇഷ്യൂസിലൊന്നും ചാടാതിരിക്കാനാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ലെക്ചറിൽ തന്നെ ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് ഇടുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ പർച്ചേസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ സെമ്മ് കഴിയുന്നത് വരെ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ വീഡിയോ
ആക്സസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഒരൊറ്റ ഡിവൈസിൽ നിന്നും മാത്രമേ നിങ്ങൾ കയറാൻ പാടുള്ളൂ. അതല്ലാതെ ആ വീഡിയോ നിങ്ങൾ യാതൊരു കാരണവശാലും ഡൗൺലോഡ് ചെയ്യുകയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയോ മറ്റേതെങ്കിലും രീതിയിൽ ക്രാക്ക് ചെയ്യുകയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയോ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാനോ പാടുള്ളതല്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും.